ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ രേവതി, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. എല്ലാത്തിനും വഴിയുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞില്ലേ. അതിനുശേഷം തലകറക്കം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല ഡോക്ടർ. വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ? ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ ബാൻഡേജ് നനയാതെ സൂക്ഷിക്കണം. 2 ദിവസത്തിന് ശേഷം ഡ്രസ്സിംഗ് ചെയ്യാൻ വീണ്ടും വരണം. ഞാൻ മെഡിസിൻ എഴുതി തരാം. കൃത്യമായിട്ട് കൊടുക്കണം. ശരി ഡോക്ടർ, താങ്ക്സ്. ചേട്ടാ, അഡ്വാൻസ് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് ഈ 5 ലക്ഷം രൂപയൊക്കെ ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? എന്റെ കാശ് പോയി. ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറയണം. അവര് വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ. എന്തിനാ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത്? രേവതി അഡ്വാൻസ് തന്നല്ലോ. എന്താ ചേട്ടാ, കളിയാക്കാണോ? അതല്ല രേവതി, നിന്റെ പേരിൽ ഒരാൾ എനിക്ക് തരാനുള്ള അഡ്വാൻസ് തന്നു. ഇത്രയും വലിയ തുക എനിക്ക് വേണ്ടി ആര് തരാനാ? നിനക്കെന്താ ഇത് വിശ്വാസം വരുന്നില്ലേ? സത്യമാ ഞാൻ പറഞ്ഞത്. ചേട്ടാ, ആരാ തന്നത്? അവരുടെ പേരെന്താ? പേരൊന്നും പറഞ്ഞില്ല. ഒരു സ്ത്രീയാ തന്നത്. 5 ലക്ഷം രൂപ മാത്രമല്ല, അതിന്റെ കൂടെ ഒരു 1.5 ലക്ഷം രൂപ കൂടി എക്സ്ട്രാ തന്നു. മൊത്തം കാശിൽ ഇത് കുറച്ചിട്ടുള്ളത് ബാക്കി തന്നാ മതി. എനിക്കറിയില്ല, ഞാനവരാദ്യമായിട്ടാ കാണുന്നേ. പറഞ്ഞ ഡേറ്റിന് ഞാൻ പൂ ഇറക്കി തരാം. വർക്ക് ഗംഭീരമായിട്ട് ചെയ്യണം കേട്ടോ. അത്ഭുതം തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാ, ശരിക്കും ഇത് അത്ഭുതം തന്നെയാ. ശരി ഏട്ടാ, ഞാനേ നാളെ അങ്ങോട്ട് വരാം. ഓ സച്ചേട്ടാ, പൂക്കട നടത്തുന്ന ചേട്ടനെ വിളിച്ച് എന്റെ പേരിൽ ആരോ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു അത്രേ. പറഞ്ഞ സമയത്ത് പൂ ഇറക്കി തരാന്ന് പറയുന്നത്. കൊടുത്തേ? ഒരു സ്ത്രീയാണെന്നാ പറഞ്ഞ. പേരൊന്നും പറഞ്ഞില്ല അത്ര. പിന്നെ 1.5 ലക്ഷം രൂപ വേറെയും കൊടുത്തിരുന്നു. ഇനി അതിന്റെ ബാക്കി നമ്മൾ കൊടുത്താ മതി. ചേട്ടാ, എന്തൊക്കെയാ നടക്കുന്നേ? ആരായിരിക്കും അത് കൊടുത്തേ? ഇത്രയും വലിയൊരു തുക നിനക്ക് വേണ്ടി കൊടുക്കാൻ മാത്രം അവര് നമ്മുടെ ആരാ? കാശ് നഷ്ടപ്പെട്ടാലും വർക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. എന്നാലും ആരാണാവോ ദൈവം പോലത്തെ ആ വ്യക്തി? ഞാൻ കരയുന്നത് ദൈവം കണ്ടു കാണും. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ച്. എന്നാലും ആരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം അന്വേഷിക്കാം. ഞാൻ ബില്ലടച്ച് മെഡിസിൻ വാങ്ങിട്ട് വരാം. നീ ഇവിടെ ഇരിക്കുക കേട്ടോ. എന്നാലും ആരായിരിക്കും എന്റെ ഈശ്വര? ആരായാലും അവരെ കണ്ടുപിടിച്ച് കാശ് പിന്നീട് കൊടുക്കണം.